ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൻസ്. അങ്ങനെ എന്റെ 6ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചത് ചാപ്റ്റർ 8 ആണല്ലേ, ടുവേർഡ്സ് ദ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള പാഠമാണ് പഠിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഉഷാറായിട്ട് എല്ലാവരും സെറ്റായിട്ട് പഠിച്ചെങ്കിൽ കുറച്ച് തംസ് ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. വേഗം 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 കുറച്ച് തംസ് ഇടാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഓൺ ആയിട്ടിരിക്കുക. കുറച്ച് ആപ്പിളും ഫയറൊക്കെ ഇട്ട് നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ. ഫുൾ ഓൺ ഫുൾ പവർ ആവട്ടെ. പിന്നല്ല പൊളി. ഓക്കെ, അപ്പൊ മക്കളിതാ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ക്യുക്കായിട്ട് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് ഇന്ന് പുതിയ ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മെഗാലിത്തിക് ഏജിനെ കുറിച്ച് ജസ്റ്റ് ഒരു തുടക്കം പോലെ. മെഗാലിത്തിക് മോൺമെന്റ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മഹാശില സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത് അല്ലെ. ഏതൊക്കെയായിരുന്നു? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതെല്ലാം എന്താണ്? മെഗാലിത്തിക് മോൺമെന്റ്സ് അഥവാ സ്മാരകങ്ങളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കൃത്യമായിട്ട് കണ്ടു. എല്ലാവരുടെയും മനസ്സിൽ ഇതൊക്കെ ഇല്ലേ? നോക്കിക്കേ, തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്, ഇതൊക്കെ കണ്ടില്ലേ എല്ലാവരും? സെറ്റ് അല്ലേ? യെസ്. അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് മെഗാലിത്തിക് ഏജ് അഥവാ മഹാശിലായുഗം എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ അതാ പറഞ്ഞത് മെഗാലിത്തിക് ഏജ് എന്താണ്, അല്ലെങ്കിൽ മഹാശില യുഗം എന്താന്നുള്ള കാര്യം പറഞ്ഞു. Then where do we get the information about the megalithic age അഥവാ മഹാശില യുഗത്തെ കുറിച്ചുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പല 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 സ്റ്റേറ്റ്സും, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളും അവിടെ ഓരോരോ സ്മാരകങ്ങളോ അല്ലെങ്കിൽ മോൺമെന്റ്സോ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി why did megalithic age is also known as iron age? iron age അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന് വിളിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ പോയത് മെഗാലിത്തിക് കൾച്ചർ അഥവാ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാനാണ്. അവിടെ നമ്മൾ അയൺ ടൂൾസ് ഉപയോഗിച്ച കാര്യങ്ങൾ അല്ലെ, കത്തിയും കുന്തമുനയും അതേപോലെ തന്നെ കുന്തമുനയും പിന്നെ അരിവാള തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. കൃഷിയിലേക്ക് അവർ വന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. സൗത്ത് ഇന്ത്യൻ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ രൂപീകരണത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഏൻഷ്യൻ തമിഴകമാണ് അല്ലെ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള കേരള, തമിഴ്നാടു, കർണാടക അല്ലെങ്കിൽ കർണാടക, തമിഴ്നാടു, കേരള തുടങ്ങിയ സ്റ്റേറ്റ്സ് ആണ് ഏൻഷ്യൻ തമിഴകം അഥവാ പ്രാചീന തമിഴകത്തിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും, കോയിൻസ് നാണയത്തിൽ നിന്നും, സഞ്ചാരക്കുറിപ്പുകൾ അഥവാ ട്രാവലോഗ്സിൽ നിന്നെല്ലാം നമുക്ക് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. Then സംഘം ലിറ്ററേച്ചറിലേക്ക് നമ്മൾ വന്നു അല്ലെ. സംഘം ലിറ്ററേച്ചർ ഗീവ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഏൻഷ്യൻ തമിഴകം അല്ലെ. ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത് സംഘം ലിറ്ററേച്ചറിൽ നിന്നാണെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ബാക്കി പറയാൻ പോവാണ്. സംഘം ലിറ്ററേച്ചർ അഥവാ സംഘ സാഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാൻ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക, വേഗം പോയി നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്സും കൂടെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയലും കൂടി എടുത്തു വെച്ചേക്കാം. നോക്കടാ, Sangams were the group of Tamil poets based in the Madurai. കണ്ടോ, സംഘം were the group of Tamil poets. നോക്കാം, മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ, കണ്ടോ, തമിഴ് കവികളുടെ ഒരു കൂട്ടമായിരുന്നു നമ്മൾ ഈ പറയുന്ന എന്ത് സംഘങ്ങൾ അഥവാ സംഘംസ് കേട്ടോ. അപ്പൊ സംഘംസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ അല്ലെങ്കിൽ തമിഴ് പോയറ്റ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് സംഘം എന്ന് വിളിക്കുന്നത്. ദേ കളക്ടഡ് ആൻഡ് പ്രിസർവ് ദ സോങ്സ് ഓഫ് ദാറ്റ് പീരീഡ്. അവർ എന്ത് ചെയ്തിരുന്നു? സംഘകാലത്തെ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് അതേപോലെ തന്നെ കളക്ട് ചെയ്യുകയും ശേഖരിക്കുകയും അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യുകയും ശേഖരിച്ച് സംരക്ഷിച്ചിരുന്നത് ആരായിരുന്നു? ഈ പറയുന്ന കവികളായിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കാം. ദീസ് സോങ്സ് ആർ ഓൾസോ കോൾഡ്, കണ്ടോ, ഈ ഒരു സോങ്സിനെ അല്ലെങ്കിൽ ഈ പാട്ടുകളെ എന്തുകൂടി വിളിക്കുന്നുണ്ട്? സംഘം വർക്ക്സ് ആൻഡ് ദ പീരീഡ് ഈസ് നോൺ ആസ്, ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ സംഘം ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. നോക്കാം, അതിനാൽ ഈ പാട്ടുകളെ എന്ത് വിളിക്കുന്നു? സംഘകൃതികൾ എന്നും ഈ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നു? സംഘകാലം എന്നും വിളിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സംഘകൃതികളെ കുറിച്ചും സംഘകാലവുമാണ്. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കിയേക്കാം.
സംഘം ലിറ്ററേച്ചർ അഥവാ സംഘ സാഹിത്യമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയറ്റ്സ് അല്ലെ, ഒരു കൂട്ടം തമിഴ് കവികളെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, സംഘം എന്ന് വിളിച്ചിരുന്നത്. ദേ കളക്ടഡ് ആൻഡ് പ്രിസർവ് ദ സോങ്സ് ഓഫ് ദാറ്റ് പീരീഡ്. അവർ ആ കാലഘട്ടത്തിലെ പാട്ടുകൾ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ദീസ് സോങ്സ് ആർ നോൺ ആസ്, ഈ പാട്ടുകളെയാണ് സംഘം വർക്ക്സ് അഥവാ സംഘകൃതികൾ എന്നും, ഈ ഒരു പീരീഡിനെ കാലഘട്ടത്തെയാണ് സംഗമീജ് അഥവാ സംഘകാലം എന്നും വിളിക്കുന്നത്. ഓക്കെ ആണോ, സെറ്റ് ആണോ? എങ്കിൽ നോക്കിക്കേ, സംഘം ലിറ്റററി വർക്ക്സ് ആണോ നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് സംഘം ലിറ്റററി വർക്ക്സ്? ഏതൊക്കെയാണ് സംഘം ലിറ്റററി വർക്ക്സ് അഥവാ സംഘകാല കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കുറച്ച് കൃതികളുടെ പേര് നോക്കിക്കേ. കുറുന്തൊക്കൈ, അകനാനൂറ്, ദെൻ പതിറ്റുപത്ത്, നറ്റിണൈ. കണ്ടോ, ഇത്രയാണ് നമുക്ക് സംഘകാല കൃതികൾ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് അതേപോലെ തന്നെ കുറുന്തൊക്കൈ, അകനാനൂറ്, അതേപോലെ തന്നെ അടുത്ത് നോക്കാം പതിറ്റുപത്ത്, ദെൻ അവസാനമായിട്ട് വരുന്നത് നറ്റിണൈ. നറ്റിണൈ എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. സോഷ്യോ ഇക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജ്. സംഘകാലത്തെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിലെ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സാമ്പത്തിക സാമൂഹിക ജീവിതം, സോഷ്യൽ ഇക്കണോമിക് ലൈഫ് ആണ്. നോക്കാം, സംഘം സോങ് ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏൻഷ്യൻ തമിഴകം അല്ലെ. എന്താ പറയുന്നേ, ഏൻഷ്യൻ തമിഴകത്തിലെ ജനങ്ങളുടെ ലൈഫ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ജീവിതം, എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സംഘം സോങ്സിൽ കാണിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു സംഘം കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരുന്നു, തമിഴകത്തിലെ ജനജീവിതത്തെ, പ്രാചീന തമിഴകത്തെ ജനങ്ങളുടെ ജീവിതത്തെയാണ് അവിടെ പ്രതിപാദിപ്പിക്കുന്നത് എന്ന് നോട്ട് ചെയ്തേക്കാം. ദേ മെൻഷൻ സോഷ്യൽ ലൈഫ്. അപ്പൊ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, സോഷ്യൽ ലൈഫ്. നോക്കാം, സാമൂഹിക ജീവിതം വരുന്നുണ്ട്, ദെൻ അഗ്രികൾച്ചർ കൃഷി വരുന്നുണ്ട്, കാറ്റിൽ റെയറിംഗ് കന്നുകാലി മേയ്ക്കൽ, സോൾട്ട് മേക്കിംഗ് ഉപ്പ് കുറുക്കൽ, ദെൻ ട്രേഡ് ആക്ടിവിറ്റീസ് വിഭവങ്ങളുടെ കൈമാറ്റം മുതലായവയെല്ലാം ഈ സംഘം ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ സംഘം കൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഏതൊക്കെയായിരുന്നു, അഗ്രികൾച്ചർ കൃഷി, സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതം, കാറ്റിൽ റെയറിംഗ് കന്നുകാലികളെ മേയ്ക്കൽ, ദെൻ സോൾട്ട് മേക്കിംഗ് അഥവാ ഉപ്പ് കുറുക്കൽ, ട്രേഡ് ആക്ടിവിറ്റീസ് വിഭവങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്തിരുന്നു, ഈ സംഘകാല കൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്, ഒന്നുകൂടി മിസ്സിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹിക ജീവിതം, അഗ്രികൾച്ചർ അഥവാ കൃഷി, കാറ്റിൽ റെയറിംഗ് അഥവാ കന്നുകാലി മേയ്ക്കൽ, സോൾട്ട് മേക്കിംഗ് ഉപ്പുണ്ടാക്കുന്നത്, ഉപ്പ് കുറുക്കൽ എന്നാണ് കേട്ടോ പറയുന്നത്, ട്രേഡ് ആക്ടിവിറ്റീസ് അഥവാ വിഭവങ്ങളുടെ കൈമാറ്റം, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. Let us examine the features of the socio-economic life during the Sangam age. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കിയാലോ. എങ്ങനെയായിരുന്നു സംഘകാലഘട്ടത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു നോക്കാം. There existed a social division based on the occupation. Occupation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് മുകളിൽ എഴുതി വയ്ക്കുക. തൊഴിലില്ലേ, തൊഴിൽ, ജോലി, തൊഴിൽ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒക്യുപ്പേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ തൊഴിലിന്റെ അടിസ്ഥാനമാക്കിയിട്ട് സമൂഹത്തെ നോക്കാം, സോഷ്യൽ ഡിവിഷൻ, സമൂഹത്തെ നമ്മൾ വിഭജനം ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഒരേപോലെ തൊഴിൽ ചെയ്യുന്നവരെല്ലാം ഒരേ കാറ്റഗറിയിലോ അല്ലെങ്കിൽ പല പല തൊഴിൽ ചെയ്യുന്നവരെ പല പല രീതിയിലൊക്കെ അവര് തിരിച്ചിരുന്നു. അപ്പൊ എന്തിന്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്യുപ്പേഷനെ തൊഴിലെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്തിരുന്നത്, ഡിവൈഡ് ചെയ്തിരുന്നത്. There were no social discrimination അല്ലെ. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാമൂഹികമായ വേർതിരിവുകൾ അല്ലെ. നീ ഉയർന്നവനാണ്, നീ താഴ്ന്നവനാണ്, നീ പാവപ്പെട്ടവനാണ്, നീ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, നീ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നതാണ്, ഇങ്ങനെ പറഞ്ഞുള്ള സാമൂഹിക വേർതിരിവുകൾ, ഡിസ്ക്രിമിനേഷൻസോ അല്ലെങ്കിൽ കറുത്തതാണ് വെളുത്തതാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞുള്ള നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്, യാതൊരു തരത്തിലുള്ള സാമൂഹിക വേർതിരിവുകളും വന്ന് ഉണ്ടായിരുന്നില്ല. ദെൻ അടുത്ത് നോക്കാം, ജെൻഡർ ഈക്വലി ട്രീറ്റഡ്. സ്ത്രീകളെയും പുരുഷന്മാരെയും എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഭൂരിഭാഗവും അല്ലെ, ഒരു മെജോറിറ്റി അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. രണ്ടുപേരെയും എങ്ങനെയായിരുന്നു, തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് മക്കളെ പരിഗണിക്കുന്നത്, തുല്യമായിട്ട്, ഈക്വലി. സ്ത്രീകളെയും പുരുഷന്മാരെയും
തുല്യരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കേട്ടോ? അപ്പൊ അത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഒന്നുകൂടി മിസ്സിന്റെ ഒപ്പം പറയാ. സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ദ ഓക്യുപ്പേഷൻ അല്ലെ, തൊഴിലിനെ ഒപ്പം പറഞ്ഞേ. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം നിലനിന്നിരുന്നു. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ. എന്തായിരുന്നു? സാമൂഹിക വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും എങ്ങനെയായിരുന്നു പരിഗണിച്ചിരുന്നത്? ഈക്വലി. കണ്ടോ? സമത്വം, തുല്യമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞത്? ഇത്രയാണ് ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് അഥവാ സംഘകാല ജീവിതത്തിന്റെ ഫീച്ചേഴ്സ് കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. നോക്കാം അടുത്തത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലീവ്ലിഹുഡ്. അപ്പോ കൃഷിയായിരുന്നു, അഗ്രികൾച്ചർ അഥവാ കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. എന്തായിരുന്നു? കൃഷിയായിരുന്നു. ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു അല്ലെ. അപ്പൊ കൃഷിയായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. അതുകൂടാതെ കാറ്റിൽ റെയറിങ്ങോ, കന്നുകാലികളെ വളർത്തലോ, ഫിഷിംഗ് മീൻപിടുത്തം, ഹണ്ടിങ് വേട്ടയാടൽ തുടങ്ങിയ മറ്റ് ഉപജീവന മാർഗങ്ങളും ഉണ്ടായിരുന്നു. കേട്ടോ? അപ്പൊ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു അല്ലെ. ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത് കേട്ടോ. ലീവ്ലിഹുഡ് എന്നുള്ളതിന്റെ മുകളിൽ എഴുതി വെക്കാട്ടോ. ഉപജീവന മാർഗം. നമുക്ക് പണിയെടുത്താലേ ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് പണം വേണം. അതിനു വേണ്ടി പണം എടുക്കണം അല്ലെ. അപ്പൊ ആ ഉപജീവന മാർഗം, ആ പണം അല്ലെങ്കിൽ ആ പണം കിട്ടാനായിട്ട് പണിയെടുക്കണം. അപ്പൊ ഇവിടെ ജനങ്ങൾ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. ഈ കൃഷി കൂടാതെ എന്തൊക്കെയായിരുന്നു? കാറ്റിൽ റെയറിങ് കന്നുകാലി മേയ്ക്കൽ, അതേപോലെ തന്നെ ഫിഷിംഗ് മീൻപിടുത്തം, ഹണ്ടിങ് വേട്ടയാടൽ തുടങ്ങിയവയെല്ലാം അവര് ചെയ്തിരുന്നു. There existed a trade relation with the foreign countries. എന്താ പറയുന്നേ? വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കണ്ടോ? വിദേശ രാജ്യങ്ങൾ ഫോറിൻ കൺട്രീസ് ആയിട്ട് ട്രേഡ് റിലേഷൻ അഥവാ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. പെപ്പർ ആൻഡ് അതർ സ്പൈസസ് വർ ദ മെയിൻ ഐറ്റം ബോട്ട് ബൈ ദ ഫോറിനേഴ്സ്. കേട്ടോ? അപ്പൊ ഈ വിദേശികളില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന വിദേശികൾ, ഇവര് നമ്മുടെ കയ്യിൽ നിന്നും ഏറ്റവും അധികം വാങ്ങിയിരുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെപ്പർ, കുരുമുളകും സ്പൈസസും ആട്ടോ. എന്തായിരുന്നു? കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു ഇവർ ഏറ്റവും അധികം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നത്. ദേ ബ്രോട്ട് കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര. അതുകൂടാതെ നോക്കിക്കേ, കോപ്പർ എന്തൊക്കെയായിരുന്നു? ചെമ്പ്, വെള്ളി, ഗോൾഡ് അല്ലെ. ചെമ്പ്, വെള്ളി, സ്വർണം തുടങ്ങിയ മുതലായ അവർ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, പ്രധാന തൊഴിൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ അഥവാ കൃഷിയായിരുന്നു. കൃഷി കൂടാതെ അവർ മറ്റെന്തെല്ലാം തൊഴിലുകൾ ചെയ്തിരുന്നു? കന്നുകാലികളെ വളർത്തൽ, കാറ്റിൽ റെയറിങ്ങും, ഫിഷിംഗ് മീൻപിടുത്തവും, ഹണ്ടിങ് വേട്ടയാടലും തുടങ്ങിയവയെല്ലാം ചെയ്തിരുന്നു. There existed a trade relation with the foreign countries അല്ലെ. വിദേശ രാജ്യങ്ങളുമായി ഒരു വ്യാപാര ബന്ധം അവർ നിലനിർത്തിയിരുന്നു. കൂടാതെ പെപ്പർ, കുരുമുളകും, സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നു? ഫോറിനേഴ്സ് ധാരാളം മേടിച്ചിരുന്നു. ഈ പെപ്പറും സ്പൈസസും കൂടാതെ എന്തൊക്കെയായിരുന്നു? കോപ്പർ, കണ്ടോ? ചെമ്പ്, സിൽവർ, വെള്ളി, ഗോൾഡ്, സ്വർണം മുതലായവയും അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണോ മക്കളെ പറഞ്ഞ കാര്യം? ഇപ്പൊ നമ്മൾ പറഞ്ഞത് സോഷ്യൽ എക്കണോമിക് ലൈഫ് ആണ് കേട്ടോ. സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ കുറിച്ചാണ് നോട്ട് ചെയ്തേക്കാം. നോക്കിക്കേടാ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടിനൈസ് അഥവാ തിണകളെ കുറിച്ചാണ്. എന്താണ് ടിനൈസ് അഥവാ തിണകൾ? സംഘം വർക്ക് ഡിസ്ക്രൈബ് 5 land division in ancient തമിഴകം calls എന്താണ്? ഐൻഥനികൾ എന്നറിയപ്പെടുന്ന. നോക്കിക്കേ, 5 land divisions ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് സംഘകൃതികൾ പ്രകാരം പ്രാചീന തമിഴകത്തിൽ സംഘകാല കൃതികൾ പ്രകാരം പ്രാചീന തമിഴകം ഏൻഷ്യൻ തമിഴകത്തിലെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി എത്ര വിഭാഗങ്ങളായിരുന്നു? 5 ഭൂവിഭാഗങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ഇവയെ ഐൻഥനികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നോക്കാം, ഈച്ച് name was based on the terrain, lifestyle and livelihood differed according to the geographical features of each region. അപ്പൊ എന്താ പറയുന്നത്? ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും കണ്ടോ,
ഓരോ തിണയിലെ ജനങ്ങളുടെ ജീവിത രീതിയും അതേപോലെ തന്നെ ലിവ്ലിഹുഡ് ഉപജീവനവും എല്ലാം എങ്ങനെയായിരുന്നു? മാറുന്നതായിരുന്നു അല്ലെ, മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അക്കോർഡിംഗ് ടു ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് റീജിയൻ. നമ്മൾ പറഞ്ഞു 5 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ തിണകളെ. ഈ 5 റീജിയനിലും അല്ലെങ്കിൽ 5 ആയിട്ട് തിരിച്ചിരിക്കുന്ന ഓരോന്നിലെ ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനം എല്ലാം മാറും. കാരണം എന്താ? അവിടത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അനുസരിച്ച് അവരുടെ എല്ലാ ജീവിത രീതികളും കാര്യങ്ങളും എല്ലാം മാറും എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ്സിന്റെ ഒപ്പം എല്ലാവരും പഠിച്ചോളണം. നമുക്കറിയാം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം, കഴിഞ്ഞ നമ്മൾ 2 തവണ എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴും ക്ലാസ് എക്സാം ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാര്യങ്ങളാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. ടിനൈസ് അഥവാ തിണകൾ, then അതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, എന്തായിരുന്നു പ്രധാന ലിവ്ലിഹുഡ് അഥവാ ഉപജീവന മാർഗം എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കുറിഞ്ചി ആണ് കേട്ടോ. കുറിഞ്ചി അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? കാടും മലയും ആണല്ലേ, ഫോറസ്റ്റും മൗണ്ടെയിൻസും ആണ് ഈ കുറിഞ്ചിക്കാരുടെ ആ ഒരു ഏരിയ വരുന്നത്. ദേ കളക്ടഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഹണ്ടിങ്. കണ്ടോ, കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഹണ്ടിങ്. നോക്കിക്കേ, ഇവരെങ്ങനെയായിരുന്നു? വനവിഭവ ശേഖരണമായിരുന്നു. വനത്തിലുള്ള വിഭവങ്ങളെല്ലാം ശേഖരിക്കും. അതുപോലെ തന്നെ വേട്ടയാടൽ, ഹണ്ടിങ്, അതായിരുന്നു ആരുടെ അണ്ടറിൽ വന്നിരുന്നത്? കുറിച്ചി. അടുത്ത് നോക്കാം, മുല്ലയാണ്. മുല്ലയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഗ്രാസ് ലാൻഡ്സ് അല്ലെ, പുൽമേടുകൾ. എന്തൊക്കെയായിരുന്നു? പുൽമേടുകളും അതേപോലെ തന്നെ ബുഷസ് അഥവാ കുറ്റിക്കാടുകളും. ഏതൊക്കെയായിരുന്നു? പുൽമേടുകളും കുറ്റിക്കാടുകളുമായിരുന്നു. കാറ്റിൽ റയറിംഗ് അഥവാ കന്നുകാലി മേയ്ക്കലായിരുന്നു അവരുടെ പ്രധാന ലിവ്ലിഹുഡ് അഥവാ ഉപജീവന മാർഗം. കന്നുകാലികളെ മേയിച്ചു കിട്ടുന്ന വരുമാനത്തിലൂടെയായിരുന്നു അവർ അവരുടെ ജീവിത ആവശ്യങ്ങളും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അടുത്ത് നോക്കാം, പാലയാണ്. എറൈഡ് റീജിയൻ, ഒരു വരണ്ട പ്രദേശമാണ് കേട്ടോ. എങ്ങനെയാണ്? എറൈഡ് റീജിയൻ അഥവാ വരണ്ട പ്രദേശമാണ്. റോബറി ആൻഡ് പ്ലണ്ടർ, എന്താ പറയുന്നത്? കൊള്ളയും കവർച്ചയുമായിരുന്നു ഇവരുടെ ജീവിത മാർഗം. കണ്ടോ, റോബറി ആൻഡ് പ്ലണ്ടർ എന്തായിരുന്നു? അത് കൊള്ളയടിക്കുക, മോഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളും കവർച്ചയും ഒക്കെ ആയിരുന്നു ഈ ബാലയുടെ ജീവിത മാർഗം വരുന്നത് കേട്ടോ. അവിടെ നോക്കിക്കേട്ടോ, അടുത്തത് എന്താണ്? മരുതമാണ്. അവരുടെ പ്രധാന ജിയോഗ്രഫിക്കൽ ഫീച്ചർ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെ, വയൽ പ്രദേശമാണ്. കൃഷി ചെയ്യുന്ന വയൽ പ്രദേശമാണ്. വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ജീവിത മാർഗം എന്തായിരിക്കും? കൃഷി ചെയ്തായിരുന്നു അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവസാനമായിട്ട് വന്നത് നെയ്ത്തലാണ്. കോസ്റ്റൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തീരപ്രദേശമാണ് അല്ലെ. നെയ്തൽ കോസ്റ്റൽ റീജിയൻസ് അഥവാ തീരപ്രദേശമാണ് അവിടുത്തെ പ്രധാന തീരപ്രദേശം. കടലിനോട് അടുത്തൊക്കെ ചേർന്നിരിക്കുന്നവർ അല്ലെങ്കിൽ ചേർന്ന് താമസിക്കുന്നവർ എന്ത് തൊഴിലായിരിക്കും കൂടുതലായിട്ട് ഏർപ്പെടാം? ഫിഷിംഗ് അല്ലെ, മീൻ പിടിക്കുക. അതേപോലെ തന്നെ സോൾട്ട് എക്സ്ട്രാക്ഷൻ, നോക്കാം, മീൻപിടുത്തം, അതേപോലെ തന്നെ ഉപ്പ് കുറുക്കൽ തുടങ്ങിയ ജോലികളിലായിരുന്നു അവര് പ്രധാനമായി ഏർപ്പെട്ടിരുന്നതെന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, അതേപോലെ തന്നെ നെയ്ത്തൽ. ഇത്രയായിരുന്നു 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്ന തിണകൾ വരുന്നത്. അതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. മീൻസ് ഓഫ് ലിവ്ലിഹുഡ് അല്ലെ, ഓരോരുത്തരുടെയും ഉപജീവന മാർഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? യെസ്. അടുത്ത് നോക്കിക്കേടാ, അടുത്ത് ഞാൻ മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കാണ്. അങ്ങാടീസ് അഥവാ മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനാണ് അല്ലെ. നോക്കിയേ, നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്താണ്? ഒരു മാർക്കറ്റ് ആണ് കാണുന്നത് അല്ലെ. ദാ ഇവിടെ കുറച്ച് ഓറഞ്ച് ഉണ്ട്, ദാ ഇവിടെ കുറച്ച് തക്കാളി ഇരിക്കുന്നുണ്ട്, തക്കാളി ഉണ്ട്, ദെൻ ആപ്പിൾ ഉണ്ട്, കുറച്ച് പാത്രങ്ങൾ സാധനങ്ങൾ, ദാ അവിടെ കുറച്ച് കൊട്ടയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു മാർക്കറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. കാണുന്നുണ്ടോ? എത്ര പേര് മാർക്കറ്റിൽ പോയിട്ടുണ്ട്? എത്ര പേര് മാർക്കറ്റിൽ പോയി അമ്മ പറഞ്ഞ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അമ്മയോട് കൃത്യമായിട്ട് കണക്കൊക്കെ പറഞ്ഞ് അതിൽ 1-2 രൂപയൊക്കെ അടിച്ച് മാറ്റി മിഠായൊക്കെ കഴിക്കുന്ന ടീംസ് എത്ര പേരുണ്ട്? വേഗം കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സില്. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ചാറ്റ് ബോക്സില് ചോക്ലേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് പേര് 1 രൂപയൊക്കെ പയ്യ അമ്മേനോട് പറയാതെയും പറഞ്ഞു ഒക്കെ മിഠായി മേടിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ ഈ കാണുന്ന രീതിയിലെ മാർക്കറ്റിൽ നമ്മൾ എല്ലാവരും പോയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അങ്ങാടീസ് അഥവാ മാർക്കറ്റിനെ കുറിച്ചാണ്. എന്താണ്? അങ്ങാടി അഥവാ മാർക്കറ്റ്. ഈ ടിനൈ നമ്മളൊരു 5 കാറ്റഗറീസ് ഓഫ് ടിനൈനെ കുറിച്ച് പറഞ്ഞു അല്ലെ. 5 ടിനയെ കുറിച്ച് പറഞ്ഞു. ഓരോ ടിനയും എക്സ്ചേഞ്ച് റിസോഴ്സസ് വിത്ത് അതേഴ്സ് അല്ലെ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ ഓരോ തിണയും എന്ത് ചെയ്യുന്നുണ്ട്?
ഓരോ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇത് അവർ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഇറ്റ്സ് റിസോഴ്സസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി കൈമാറ്റം ചെയ്തിരുന്നു. കണ്ടോ? അപ്പൊ ഓരോരുത്തരും കൃഷി ചെയ്യുന്നവർ എന്ത് ഉൽപ്പാദിപ്പിക്കും? കൃഷിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കും. അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണെങ്കിൽ വനവിഭവങ്ങളും, ദെൻ കാറ്റിൽ റയറിംഗ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് ഇപ്പോ പാലും തൈരും മോരും കൃഷി കാര്യങ്ങൾ അങ്ങനെ 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 ഓരോന്നും എന്താണോ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അത് അവരെന്ത് ചെയ്യും? പരസ്പരം കൈമാറ്റം ചെയ്യുമായിരുന്നു. ദിസ് എക്സ്ചേഞ്ച് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് സെന്റേഴ്സ്. അങ്ങനെ ഈ എക്സ്ചേഞ്ച് കൈമാറ്റം എന്തിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാര കേന്ദ്രങ്ങളുടെ, ട്രേഡ് സെന്റേഴ്സിന്റെ എന്താണ്? വ്യാപാര കേന്ദ്രങ്ങളുടെ അഥവാ ട്രേഡ് സെന്റേഴ്സിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കൈമാറി അവർക്ക് തോന്നി ഇനി എന്താണ്? ട്രേഡ് സെന്റേഴ്സ് ആക്കാം, വ്യാപാര കേന്ദ്രങ്ങളാക്കാം എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഈ ട്രേഡ് സെന്റേഴ്സ് വ്യാപാര കേന്ദ്രങ്ങളാണ് പിന്നീട് ഈ കാണുന്ന രീതിയിലുള്ള അങ്ങാടികളായി വളർന്നത്. കണ്ടോ? പിന്നീട് ഈ കാണുന്ന രീതിയിലുള്ള അങ്ങാടീസ് അഥവാ മാർക്കറ്റുകളായിട്ട് വളർന്നത് ഈ പറയുന്ന ട്രേഡ് സെന്റേഴ്സ് ആണ്. ക്ലിയർ ആണോ? പക്കയാണോ പറഞ്ഞത്? അപ്പൊ ആദ്യം എന്താ നടക്കുന്നേ? എക്സ്ചേഞ്ച് അഥവാ കൈമാറ്റമാണ്. കൈമാറ്റം എന്തിലേക്ക് നയിച്ചു? കൈമാറ്റം ട്രേഡ് സെന്റേഴ്സിന്റെ രൂപീകരണത്തിലേക്ക് അല്ലെ. എന്തിലേക്കാണ്? വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലും വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിൽ നിന്ന് നേരെ ഈ കാണുന്ന രീതിയിലുള്ള മാർക്കറ്റുകളിലേക്കും നയിച്ചു എന്നുള്ളതാണ്. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യം സെറ്റ് ആണോ? ഓക്കെ, യെസ്. നോക്കിക്കേ, പൊളിറ്റിക്കൽ സിസ്റ്റം അഥവാ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എടാ ഇവിടെ ഞാൻ ഒരു മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കേ, ചേരന്മാരെയും ചോളാസിനെയും പാണ്ഡ്യസിനെയും ഒന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ എവിടെയായിട്ടാണ് ഈ ചേര ചോള പാണ്ഡ്യരൊക്കെ വന്നിട്ടുള്ളത്? നോക്കാം, നമ്മുടെ ഏരിയാസ് ആണ്, നമ്മുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഒക്കെയാണ്, നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെയാണ്. നോക്കിക്കേ, കണ്ടോ? സംസ്ഥാനങ്ങളൊക്കെ വരുന്നുണ്ടോ? നോക്കാം. യെസ്. Who were known as മൂവന്തേഴ്സ്? ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു 3 കാറ്റഗറി ഓഫ് ഏൻഷ്യൻ തമിഴകത്തിലെ റീജിയൻസിനെ കുറിച്ച് പറഞ്ഞു. ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം മക്കളെ ഇതാ തുടങ്ങാണ്. ആരായിരുന്നു മൂവന്തേഴ്സ് അഥവാ ഹൂ were known as മൂവന്തേഴ്സ്? ഈ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹത്തെ പോലെ ആരോ ഒരാളായിരുന്നോ മൂവന്തർ? നോക്കാം നമുക്ക്. യെസ്, നോക്കാം. ദ ചേര, ചോള ആൻഡ് പാണ്ഡ്യ റൂളേഴ്സ് ഓഫ് ഏൻഷ്യൻ തമിഴകം. കണ്ടോ? എന്താ പറയുന്നേ? പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന അതായത് ഒരു രാജാവാണല്ലേ. ഈ രാജാവിനെ പോലെ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ. കണ്ടോ? ഇവിടെ നമ്മൾ 3 ഭരണാധികാരികളെ കുറിച്ച് പറഞ്ഞു. ചേര, ചോള, പാണ്ഡ്യാസ് അല്ലെ. ഈ ഏൻഷ്യൻ തമിഴകത്തിലെ ഈ 3 റീജിയൻസും ഭരിച്ചിരുന്ന ഇവരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് മൂവന്തേഴ്സ്. കണ്ടോ? എന്താണ്? മൂവന്തേഴ്സ് അഥവാ മൂവരശർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ എന്തായിരുന്നു? ദ ചേര, ചോള, പാണ്ഡ്യ റൂളേഴ്സ് ഓഫ് ഏൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെയാണ് നമ്മൾ ഒന്നിച്ച് മൂവന്തേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ ആണോ? ത്രൂ മെനി റൂളേഴ്സ്, ഇതൊന്ന് വായിക്കാട്ടോ. നോക്കിക്കേ, ത്രൂ മെനി റൂളേഴ്സ് എക്സിസ്റ്റഡ്, മൂവന്തേഴ്സ് ഹെൽഡ് ദ ഹൈയസ്റ്റ് അതോറിറ്റി. കണ്ടോ? മൂവന്തേഴ്സ് ഹെൽഡ് ദി ഹൈയസ്റ്റ് അതോറിറ്റി. പ്രാചീന തമിഴകത്തില് നിരവധി ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും, ഒരുപാട് ഭരണകൂടം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഏറ്റവും അധികാരമുള്ള, ഏറ്റവും ശക്തനായിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ആരായിരുന്നു? മൂവന്തേഴ്സ് ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? മൂവന്തേഴ്സ് ആയിരുന്നു. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് മൂവന്തേഴ്സ് ആയിരുന്നു. They were also known by the titles. നോക്കിക്കേ, അവര് അതേപോലെ തന്നെ ഈ മൂവന്തേഴ്സ് അറിയപ്പെടുന്ന മറ്റ് ടൈറ്റിലുകൾ എന്തൊക്കെയായിരുന്നു? കോ, കോൺ ആൻഡ് കടുംഗോ. എന്തായിരുന്നു? കോ, കോൺ ആൻഡ് കടുംഗോ എന്നും അവരെ വിളിച്ചിരുന്നു. ആരെയാണ്? മൂവന്തേഴ്സിനെ ആയിരുന്നു. അപ്പൊ ആരായിരുന്നു മൂവന്തേഴ്സ് എന്നാണ് പറഞ്ഞത്? ചേര, ചോള, പാണ്ഡ്യ റൂളേഴ്സിലെ ഏൻഷ്യൻ തമിഴകത്തിലെ ചേര, ചോള, പാണ്ഡ്യ റൂളേഴ്സിനെയാണ് മൂവന്തേഴ്സ് അഥവാ മൂവരശർ എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. അവരായിരുന്നു ഏറ്റവും ഹൈയസ്റ്റ് അതോറിറ്റി. ഇതാ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന, കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ഈ രാജാവിനെ പോലെ ഏറ്റവും ശക്തരായിട്ടുള്ള, ഏറ്റവും ഹൈയസ്റ്റ് അതോറിറ്റി അവരായിരുന്നു. അവരെ നമ്മൾ കോ, അതേപോലെ തന്നെ കടുംഗോ എന്നും വിളിച്ചിരുന്നു എന്നുള്ളതാണ് കേട്ടോ. നോക്കിക്കേടാ, ചേര വഞ്ചി അഥവാ കാരൂർ എന്നുള്ളതായിരുന്നു അവരുടെ തലസ്ഥാനം. ചോള വന്നാൽ നോക്ക, ചോള
ഉറയൂർ ആയിരുന്നു. ദെൻ പാണ്ഡ്യ മധുരയായിരുന്നു കേട്ടോ. ഏതായിരുന്നു? മധുരയായിരുന്നു അവരുടെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്നുള്ളതാണ്. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞ കാര്യം സെറ്റ് ആണെങ്കിൽ ഒന്ന് ഹാൻഡ്സ് വേവ് ചെയ്യാട്ടോ. ഓക്കെ ആണ്. യെസ്, അപ്പൊ നോക്കിക്കേ ആരായിരുന്നു? മൂവന്തേഴ്സ്, ചേര, വഞ്ചി, ദെൻ ചോള, ഉറയൂർ, ദെൻ പാണ്ഡ്യ, മധുരൈ റീജിയൻ ആയിരുന്നു അവരുടെ തലസ്ഥാനങ്ങൾ വന്നിരുന്നത്. ഓക്കെ ആണേ? യെസ്. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് തുടങ്ങിയത് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. തമിഴകം, പ്രാചീന തമിഴകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും, കോയിൻസ്, നാണയങ്ങളിൽ നിന്നും, ട്രാവലോസ്, യാത്രാ വിവരങ്ങളിൽ നിന്നും, സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നും, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സംഘം ലിറ്ററേച്ചർ ആരായിരുന്നു? ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയറ്റ്സ് അല്ലെ, ഒരു കൂട്ടം തമിഴ് കവികളായിരുന്നു. അതേപോലെ തന്നെ അവരെ ഈ അന്നത്തെ ഗായകരുടെ പാട്ടുകളൊക്കെ അവർ ശേഖരിച്ചു സംരക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ. കളക്ടഡ് ആൻഡ് പ്രിസർവ്ഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സംഘം വർക്ക്സ് നോക്കുക, പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികളെ കുറിച്ച് പറഞ്ഞു. നേരെ അവരുടെ സോഷ്യോ ഇക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അല്ലെ. എന്തൊക്കെയായിരുന്നു? സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം, അഗ്രികൾച്ചർ, കൃഷി, കാറ്റിൽ റയറിംഗ്, കന്നുകാലി മേയൽ, സോൾട്ട് മേക്കിംഗ്, ഉപ്പ് കുറുക്കൽ, ട്രേഡ് ആക്ടിവിറ്റീസ്, വിഭവങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. സോഷ്യൽ ഇക്കണോമിക് ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനങ്ങളെ എങ്ങനെയായിരുന്നു? ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ, അവിടെ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായിരുന്നു. ദെൻ അവരുടെ പ്രധാന ജീവിതമാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. അതുകൂടാതെ കന്നുകാലി മേയ്ക്കലും അതേപോലെ തന്നെ എന്തായിരുന്നു? ഫിഷിംഗ്, മീൻപിടുത്തവും, ദെൻ ഹണ്ടിങ്, വേട്ടയാടലൊക്കെ ഉണ്ടായിരുന്നു. ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു ഫോറിൻ രാജ്യങ്ങളായിട്ട്. ട്രേഡിൽ ഏറ്റവും കൂടുതൽ അവര് എന്തായിരുന്നു? പെപ്പർ ആൻഡ് സ്പൈസസ് ആയിരുന്നു കൈമാറ്റം പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. നമുക്ക് ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ, ഗോൾഡ്, കോപ്പർ, സിൽവർ തുടങ്ങിയവ എന്ത് ചെയ്തിരുന്നു? അവർ ഇവിടേക്ക് കൊണ്ടുവരികയും നമ്മുടെ അടുത്ത് നിന്ന് കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അല്ലെ. ദെൻ ടിനൈസ് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കുറിച്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്ത്തലാണ് അല്ലെ. അവരുടെ ഉപജീവന മാർഗവും നമ്മൾ പറഞ്ഞു. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും പറഞ്ഞു. നേരെ നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. അങ്ങാടീസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങാടീസ് അഥവാ മാർക്കറ്റുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ ചേര, ചോള, പാണ്ഡ്യർസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ചേര, ചോള, പാണ്ഡ്യർ അവരുടെ റൂളിംഗ് എന്തായിരുന്നു വിളിച്ചിരുന്നത്? മൂവന്തേഴ്സ് അഥവാ മൂവരക്ഷർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഏറ്റവും ഹൈയസ്റ്റ് അതോറിറ്റി ആരായിരുന്നു? മൂവന്തേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞു. ഖോൻ, ദെൻ കടുംകോ എന്ന് അറിയപ്പെട്ടിരുന്നു എന്നുള്ളത് പറഞ്ഞു. അവരുടെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ചേര, വഞ്ചി, കാരൂർ, ദെൻ ചോള, ഉറയൂർ, ദെൻ പാണ്ഡ്യ, മധുരയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അടുത്ത് നമുക്ക് പെരുമാൾസ് ഓഫ് മഹോദയപുരമാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? എല്ലാവരും നന്നായിട്ട് ഇന്ന് വായിച്ചു പഠിക്കാം. വേർഡ് മീനിങ് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടില്ലാത്ത, അത്രയധികം നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത പുതിയ വേർഡ്സ് ആണ്. സോ അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതൊന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, മിനിമം 3 ടൈംസ് എങ്കിലും എഴുതി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോ ബൈ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.